ഈ ഭാഗത്ത് നിന്നാണ് വെട്ടിയേക്കണം. എന്നാലും നമ്മൾ ബ്രഷിന്റെ ഒരു കട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഹാക്കിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അത് നമ്മൾ വേണ്ടിയിട്ടാവും കേട്ടോ. നമുക്ക് വെട്ടിക്കണം. ഉമ്മ പറഞ്ഞാൽ തല്ലിക്കൊള്ള സാധ്യതയുണ്ട്. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ വിയേർഡ് മേക്കപ്പ് ഹാക്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മേക്കപ്പ് ഹാക്സ് കണ്ടവരും ദൈവമേ അവർക്ക് വട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എന്തൊട്ടൊരു കാണിക്കണമെന്ന് പറഞ്ഞു പോകും. അതുപോലത്തെ മേക്കപ്പ് ഹാക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് റിസ്ക് ഉള്ള ഹാക്സ് ഒക്കെ നമ്മൾ ഇന്ന് ചെയ്യണുണ്ട്. പിന്നെ എന്താ പറയാ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ലാസ്റ്റ് വീഡിയോ ഒക്കെ കാണാത്തതെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ, നല്ല കിടിലൻ ഹാക്സ് ആയിരുന്നു. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ അധിക സമയങ്ങളുടെ വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പോയി നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കളർ പെൻസിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക, ഒരു മിനിറ്റ് ഇട്ട് വെക്കുക. അതിനുശേഷം അതെടുത്ത് വരച്ചാലുണ്ടല്ലോ നമ്മുടെ ലിപ്സ്റ്റിക് വരെ തോറ്റു പോകുന്നതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് ആക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, ആവി കൊണ്ട്. അതിൽ നമ്മളിത് നമ്മുടെ കളർ പെൻസിലുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ഇട്ട് വെക്കാനാണ് പറയുന്നത്. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വെച്ച് നോക്കാം. അപ്പൊ ഇപ്പൊ 1 മിനിറ്റ് ആയി നമ്മുടെ പെൻസിലുകൾ നമ്മുടെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് നോക്കട്ടെ, സക്സസ്ഫുൾ ആവോ നോക്കി നോക്കാം. വാ, സൂപ്പർ ആയിട്ട് നോക്കിയേ. ഇതപ്പോ ഗുഡ് ഫോർ ഹെൽത്ത് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ പറഞ്ഞ സംഭവം കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ കളർ പെൻസിലുള്ള കാരണം നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏത് കളർ വേണ്ടിയിട്ടാക്കാൻ അവർ ഇതുപോലെ ഐഷാഡോ ഇടുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കണ്ടിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടും ഐഷാഡായി. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തേക്കുള്ളൂ കേട്ടോ. കുറച്ച് വീടാണെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ഏത് കളർ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക് നമുക്ക് അങ്ങനെ എല്ലാ കളേഴ്സ് ഉണ്ടാവില്ല, ലിമിറ്റഡ് കളേഴ്സ് ഉണ്ടാവില്ല. ഇത് നമുക്ക് പച്ച നീലും ജോബ് എല്ലാം ഇടാം. അപ്പൊ 10 മാർക്ക് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ഹോട്ടലിൽ പോയി, അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ണാടിയില്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ണാടിക്ക് പകരം ഒരു പറയുന്നത് അവിടെ ഒരു കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പിന്റെ മുകളിൽ നമ്മുടെ ചുണ്ടിന്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ കുടിക്കുക. അപ്പൊ എന്തുണ്ടാവും, ആ ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക് ഇടാന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് പോകട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ലിപ്സ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വരച്ചു. വാവ്, അപ്പൊ ഇതൊരു വിയേർഡ് ഹാക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സൂപ്പർ ഹാക്കാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് നമ്മള് ഇതേപോലെ കപ്പെടുത്തിട്ട് ഇങ്ങനെ ആക്കണമെന്നുള്ള അവർ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തോളൂ. കാണുമ്പോൾ വിയേർഡാന്ന് തോന്നുന്നു വെച്ചാൽ നല്ല അടിപൊളി ഹാക്കാണ് കേട്ടോ. നമുക്ക് അങ്ങനെ അവിടെ ഇവിടെ നിന്ന് അധികം ഒന്നും ആയിട്ടില്ല, നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോയി വരും. പക്ഷെ ഇത് വെച്ചിട്ട് അങ്ങനെ എവിടെയാവില്ല, നമ്മൾ ഈ ചുണ്ടത്ത് ഇങ്ങനെ ആക്കി കൊടുത്താൽ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തേക്കും. ശരിക്കും ഞാൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹാക്ക് കണ്ടോ. അപ്പൊ അടിപൊളി ഹാക്ക്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഒരു പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോ ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിലൊക്കെ ഇടുമ്പോൾ പുറത്തേക്ക് പോയില്ല. അപ്പൊ അത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ വെക്കുക. ആ സ്പൂൺ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരയ്ക്കണം, കറക്റ്റ് ഷേപ്പിൽ വരും. അതുപോലെ നമ്മുടെ മസ്കാര ഇടുമ്പോഴും നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഈ ഭാഗത്താവും, അതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ സൂപ്പർ ആയിട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പൊ ഒരു ഹാക്ക് ഒക്കെ ഇടാവും, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക് ഇടാൻ പോണത്. അപ്പൊ നമ്മുടെ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇതിൽ വരയ്ക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോർഡർ വരും. ഏകദേശം അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് പിന്നെ വരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. മാർക്ക് നിങ്ങൾ തന്നെ ഇട്ടോ, അതിന് ഇതുപോലെ ഇരിക്കും. ഉണ്ടോ?
അപ്പൊ മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ തന്നെ ഇട്ടാൽ ഞാൻ ഇടല്ലേ മാർക്ക്. പിന്നെ അതുപോലെ നമ്മുടെ മസ്കാര ഇട്ടത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതെ കുഴപ്പമില്ല. മസ്കാര എന്ന് വെച്ചാൽ നമ്മൾ അല്ലാണ്ട് ഇടും ചിവിടിക്ക് ആവും. ഇത് സ്പൂൺ ആവുമ്പോൾ ആവില്ല. പക്ഷെ കണ്ണിനുള്ള സ്പൂൺ കുത്താണ് നോക്കണം, അത്രേ ഉള്ളൂ. കാരണം വീടായി കാരണം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവല്ലോ. എന്നാലും നല്ല സക്സസ്ഫുൾ ഹാക്കാണ്. നിങ്ങളത് സ്വയം ആക്കിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ മൊത്തം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ കൂടെ ഒരു ഡ്രസ്സ് എന്നിട്ടാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക്കും മുഖത്തുള്ളതൊക്കെ ആവും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവര് പറയുന്നത് ഒരു കവർ എടുക്കുക. ആ കവർ എടുത്തിട്ട് നമ്മുടെ മുഖത്തിടുക. അതിനുശേഷം ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ മുഖത്ത് മേക്കപ്പും പോവില്ല, ഡ്രസ്സില് പെയിന്റ് ആവില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹാക്ക് നോക്കട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തരാം. അപ്പൊ നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട് തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് കൊള്ളോന്ന് അറിയില്ല കേട്ടോ. ഇതൊരു ബേക്കറിയിൽ നിന്ന് കിട്ടിയ കവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ടീഷർട്ട് റെഡി ആയിട്ട് നമ്മൾ ഇത് ഇടാൻ പോകുന്നത്. എന്റെ ടീഷർട്ട് അല്ല, ഇതിന്റെ ഉണ്ണിയുടെ ടീഷർട്ടാണ്. അയ്യോ എനിക്ക് തോന്നുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ കവർ ഇട്ട് ടീഷർട്ട് ഇടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടേക്കാളും വേണം ഡ്രസ്സ് ഇട്ടതിന് ശേഷം മേക്കപ്പ് ചെയ്യും. ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മുകളിൽ എന്തെങ്കിലും ഇടാം, അതിന് ശേഷം മേക്കപ്പ് ചെയ്യും നല്ലത്. ഇതൊന്നാമത് ഇതിൻ്റെ ഉള്ളിൽ തല കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടി ചാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു ഹാക്ക് ട്രൈ ചെയ്തോക്കണ്ട കേട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞിട്ടില്ലേ ആകെ എന്താ പറയുക കുടുങ്ങിപ്പോയി. ഇത് കേട്ടുന്ന സമയത്താണെങ്കിൽ ആകെ എന്താ ടൈറ്റ് ആയിട്ട് എന്റെ തലമുടി മൊത്തം കിടയി. അപ്പൊ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കാം, ഈ ഹാക്കാരും ട്രൈ ചെയ്തോക്കണ്ട. വല്ലാത്ത വീട് ഹാക്കായി പോയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അത് കുറച്ച് ദുഃഖകരമായ ഒരു റിസ്ക് ഉള്ള ഒരു ഹാക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ബ്രഷ് ഇല്ല വിചാരിക്കുക, നമുക്ക് ഐ ഷെയ്ഡ് ഇടാനോ അല്ലെങ്കിൽ എന്താ പറയാ കോമ്പാക്ട് പൗഡർ ഇടാനോ ഒക്കെ നമുക്ക് ബ്രഷ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയില്ലേ, നമ്മുടെ മുടി എടുത്തിട്ട് ഒരു ഭാഗം കട്ട് ചെയ്യുക, എന്നിട്ട് അത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അത് നമ്മുടെ പെൻസിലിന്റെ ബാക്കിൽ അങ്ങനെ കെട്ടിയിട്ട് അതുകൊണ്ട് ഇടാന്നാണ് പറയുന്നത്. അപ്പൊ സൂപ്പർ ആയിട്ട് വരുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് നോക്കട്ടാവുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് തരാം. അപ്പൊ ഈ ഹാക്കിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുടി വെട്ടാൻ പോവാണ്. അപ്പൊ ഇവര് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്നാണ് വെട്ടിയേക്കുന്നത്, എന്നാലാണ് ആ ബ്രഷിന്റെ ഒരു കട്ടി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഹാക്കിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മുടി വെട്ടാൻ പോകട്ടെ. അപ്പൊ നമുക്ക് വെട്ടിയിട്ട് കാണാം. എന്റെ അമ്മ പറഞ്ഞാൽ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. നമുക്ക് വീക്ക് മാറ്റി അറിയാണ്ട് വെട്ടാം. ഈ ഒരു ചെറിയ ഹാക്കിന് വേണ്ടി നമ്മളങ്ങനെ മുടി വെട്ടി കളയാൻ പാടില്ല. ഞാൻ മുന്നത്തെ ഇതിലും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ മുടിയുടെ ഈ തുമ്പുണ്ടല്ലോ, ഈ ഒരു തുമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈശ്വര ഇത്രയും കൊടുക്കണ്ടല്ലോ. നമുക്ക് ചെറിയ ബ്രഷുള്ള ഒരു ഹാക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയില്ല. ഞാൻ ഇത്ര മുടി എടുത്തുള്ളൂ. അത് ഞാൻ വെട്ടാൻ പോകുക. എന്നിട്ട് നമ്മൾ ഇത് വെച്ചുള്ള ബ്രഷ് കൊണ്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതെ നമ്മൾ എനിക്ക് വിഷമമാണ് മുടി വെട്ടാന്ന് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം. കേട്ടാട്ടോ അത് എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ല, നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ മറന്നു പോയി. ആ ഒരു ആവശ്യത്തിൽ സാറിൽ നമുക്ക് ഇപ്പൊ റബ്ബർ ബാൻഡ് ഇടാം. നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടായിരിക്കും നല്ലത്. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് കട്ടി കിട്ടും. നമ്മുടെ മുടിനെ മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ടിരിക്കണം. മുടി ഇത്തിരി ഉള്ളോ റബ്ബർ ബാൻഡ് ആണെങ്കിൽ കുറെ ഉണ്ട്. നമ്മുടെ മുടി ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇട്ട് നമ്മുടെ മുടി ബ്രഷ്. അപ്പൊ അതായത് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി കൊടുക്കത്തിരി. അതിന് ശേഷം നമ്മൾ ബ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. വാവ്, വെരി ഫെന്റാസ്റ്റിക് ബ്രഷ് ഈസ് റെഡി നൗ. നമ്മളിത് പെൻസിലിന്റെ ബാക്കിലൊന്നും ഇനിയിപ്പോൾ കെട്ടാൻ പോകില്ല കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് വേണ്ടി നമ്മുടെ കോമ്പാക്ട് പൗഡർ ആണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ ഐ ഷാഡോ ഒന്നും ഇല്ല, അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കാം, അതാണ് നമ്മുടെ കണ്ണിന്റെ മുകളിൽ നമ്മൾ ആക്കി കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടോളൂ. കണ്ണിന്റെ മുകളിൽ നമ്മുടെ നേരത്തെ ഐ ഷാഡോ ആണ് കേട്ടോ. എന്തൊരു നല്ല ബ്രഷ്. ദിസ് ഈസ് ഫാന്റാസ്റ്റിക് ബ്രഷ്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ സാധാരണ പോലെ ബ്രഷ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും നോക്കിയേ, ഇത് കണ്ട ശരിക്കും ബ്രഷ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ബ്രഷ് ഏകദേശം ഇതേപോലെ തന്നെയാണല്ലോ അതിലത്തെ ഒരു തോന്നിക്കുന്നത്. സംഭവമൊക്കെ സൂപ്പർ തന്നെയാണ്. പക്ഷെ ആരും അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മുടി വെട്ടിയിട്ടൊന്നും ടെസ്റ്റ് ചെയ്യരുത്. ഈശ്വരോ, ഇനി മുടി കൊള്ളൊന്നും എന്തായാലും വരുന്ന സാധനം നമ്മൾ തുമ്പ് വെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു വല്ലാത്ത ഹാക്കായി പോയി. ഇത് സക്സസ്ഫുൾ ഹാക്കാണ്. 10 മാർക്കും കൊടുക്കാം, 10 100 മാർക്ക് കൊടുക്കാം. അത്ര അടിപൊളി ഹാക്കാണ്. പക്ഷെ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. ഇത് ശരിക്കും വീട് ഹാക്കാണ്. നമ്മുടെ ഒരു ഇത് ഇടാൻ വേണ്ടിയിട്ട് ആരും ഇതേപോലെ മുടിയൊന്നും വെട്ടിയിട്ട് ആരും ട്രൈ ചെയ്തത് മണ്ടത്തരായി പോവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ഹാക്സും കഴിഞ്ഞു.
അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി കമന്റ്സിനെ അയക്കാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഹാക്സ് വന്ന് വിയേർഡ് മേക്കപ്പ് ഹാക്സ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ റിസ്ക് ഉള്ളതൊന്നും ആരും ട്രൈ ചെയ്ത് നോക്കരുത്. മുടി ഒന്നും വിട്ടിരുന്ന ആരും ട്രൈ ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് കണ്ടവനെ മനസ്സിലായിരുന്നു നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ. അപ്പൊ എന്താ പറയാനുള്ള, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഈ ഹാക്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണത് ഇതിന് ഇത്തിരി ലേശം പറ്റുണ്ടെന്ന് വിചാരിക്കണ്ടാവും. അങ്ങനെ വിചാരിക്കണം, നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണതാണ്, ജസ്റ്റ് ഫോർ ഫൺ ആയിട്ട് വിചാരിച്ചാൽ മതി എല്ലാവരും. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.